ഹലോ എവറി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അബ്ദുൽ നാസർ, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2018-19 ഒരു റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അബ്ദുൽ നാസർ മെയിൻസും അഡ്വാൻസും ക്വാളിഫൈ ചെയ്ത് വിശാഖപട്ടണത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി എന്ന സ്ഥാപനത്തിൽ നിന്ന് ബിടെക് കംപ്ലീറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 1 year ആയിട്ട് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ മുംബൈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അബ്ദുൽ നാസർ പഠിച്ച കോളേജിനെ പറ്റിയും എങ്ങനെ അങ്ങോട്ട് എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെ ഈ പ്ലേസ്മെന്റ് വന്നു, എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രത്യേകതകൾ, ഈ വക കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണ് അബ്ദുൽ നാസർ കൂടെയുള്ളത്. നമുക്ക് അബ്ദുൽ നാസറിനോട് ചോദിക്കാം. അബ്ദുൽ നാസറിന്റെ സ്ഥലം എവിടെയാ? ഞാൻ കീശ്ശേരി, കൊണ്ടോട്ടി അടുത്തുള്ള കീശ്ശേരി. കൊണ്ടോട്ടി അടുത്ത് തന്നെയല്ലേ? കൊണ്ടോട്ടി അടുത്തുള്ള കീശ്ശേരിയാണ് അബ്ദുൽ നാസറിന്റെ സ്ഥലം. 2018-19 അബ്ദുൽ നാസർ ഇവിടെ ഉണ്ടായിരുന്നത്. മെയിൻ എഴുതി. വേറെ ഏതൊക്കെ എക്സാം എഴുതിയിരുന്നു? ഞാൻ നീറ്റ് എഴുതിയിരുന്നു, പിന്നെ ഐസറിനുള്ള ടെസ്റ്റ്, പിന്നെ കീം എഴുതിയിരുന്നു. അങ്ങനെ ആൾമോസ്റ്റ് ഒരു 10 എക്സാമുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ മെയിന് 92%. മെയിന് 92% ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം 92% എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിലൊരു NIT-യിലൊന്നും അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ലാത്തൊരു പെർസെൻറ്റേജിലാണ്. അങ്ങനെ 92% മെയിൻസിന് ക്വാളിഫൈ ചെയ്ത്, മെയിൻസിന് 92% വാങ്ങി അഡ്വാൻസിന് ക്വാളിഫൈ ചെയ്തു. എന്നിട്ട് അഡ്വാൻസിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തിരുന്നോ? അഡ്വാൻസിനായിട്ട് ഞാൻ അത്രക്ക് പ്രിപ്പയർ ചെയ്തില്ല. പിന്നെ മാത്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഓക്കെ, +1 +2 കൂടെ എങ്ങനെയാണ്? മാത്സ് ഒക്കെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആളാണോ? മാത്സ് താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മാത്സ് താല്പര്യമുള്ള ആളാണ്. റിപ്പീറ്റ് ചെയ്തത് ആക്ച്വലി നീറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് മാത്സ് പഠിക്കാതെ, എന്നാൽ അവസാനം അഡ്വാൻസിന് വേണ്ടി കുറച്ച് മാത്സ് ഒക്കെ നോക്കിയിട്ടാണ് അഡ്വാൻസ് എഴുതാൻ പോയത്. അഡ്വാൻസിന്റെ ക്വാളിഫൈ ചെയ്ത റാങ്ക് ലിസ്റ്റിൽ വന്നു. ശേഷം മറ്റേ ജോസഫ് IIT-കൾക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ അതിൽ ഒരു കോളേജ് വന്നില്ല. ഓക്കെ, അപ്പോൾ ജോസഫ് വഴി നമ്മൾ NIT-യും IIT-യും ഒക്കെ മെയിൻസിന്റെ അഡ്വാൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കും. നമ്മൾ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് അപ്പോൾ ഇതേപോലെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അഡ്വാൻസ് വെച്ചിട്ട് കിട്ടുന്ന കോളേജുകളെ പേരുകൾ കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഈ IIP, പിന്നെ RGIPT, അങ്ങനെ ഒരു 3-4 കോളേജുകൾ വേറെ കിട്ടി. ഓക്കെ, അപ്പോൾ അതുവഴി ഞാൻ IIP അപ്ലൈ ചെയ്തു. അവരെ അലോട്ട്മെന്റിന് വിളിച്ചു. അങ്ങനെ പെട്രോളിയത്തിൽ കിട്ടി. അവിടെ ഏതെല്ലാം ബിടെക് ചെയ്ത്? പെട്രോളിയം എഞ്ചിനീയറിംഗ്. അവിടെ ഏതൊക്കെ ബിടെക് ഉള്ളത്? അവിടെ പെട്രോളിയം ഉണ്ട്, കെമിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്. ഈ 3 ബ്രാഞ്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ബ്രാഞ്ചുകൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന 3 ബിടെക് കോഴ്സുകളാണ് IIPE, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി. സിമിലർ ആയിട്ടുള്ള വേറെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞു. ഏതൊക്കെയാ? RGIPT, പിന്നുള്ളത് ഉപ്പസ്. അതുപോലെ ഉപ്പസ് അഡ്വാൻസിന്റെ ബേസിലാണോ? ഉപ്പസ് അഡ്വാൻസ് ബേസ്ഡ്. അവര് ഇത് പ്രൈവറ്റ് ആയിട്ട് അവര് സ്വന്തമായിട്ട് നോക്കുന്നുണ്ടാവും. ഓക്കെ, ഉപ്പസിന്റെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമോ അഡ്വാൻസിന്റെ. അപ്പോ അഡ്വാൻസിനെ ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകൾ IIT-കൾ മാത്രമല്ല. IIT-കളാണ് നമ്മുടെ ജോയിന്റ് സീറ്റ് അലൊക്കേഷൻ പ്രോസസ്സിലൂടെ ജോസയിലൂടെ വരുന്നത് IIT-കളാണെങ്കിൽ, അതുകൂടാതെ ഇതുപോലുള്ള IIPE, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, നമുക്കറിയുന്ന ISRO-യുടെ IIST എന്ന് പറയുന്ന സ്ഥാപനം, അങ്ങനെയുള്ള മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, നല്ല പ്ലേസ്മെന്റ് പാക്കേജുകളൊക്കെ വരുന്ന നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അഡ്വാൻസിന്റെ ക്വാളിഫിക്കേഷന്റെ ബേസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പോൾ 92% മാത്രം സ്കോർ ചെയ്തിട്ട് മെയിൻസ് ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ് എഴുതി അതിൽ തന്നെ IIT-കളൊന്നും കിട്ടിയില്ലെങ്കിലും ഈ പറയുന്ന IIPE പോലെയുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് വരുന്ന മറ്റു കോളേജുകൾ നമുക്ക് ഉള്ള ഒരു ചോയ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഈ IIPE എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോൾ ഓൾമോസ്റ്റ് 8 years. ഏത് ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത്? 2016. ഓക്കെ, 2016 സ്റ്റാർട്ട് ചെയ്താണ് IIPE. എവിടെയാണ് സ്ഥലം? വിശാഖപട്ടണം. ഓക്കെ, അതുപോലെ തന്നെയുള്ള സിമിലർ ആയിട്ടുള്ള പെട്രോളിയം സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ചില സ്ഥാപനങ്ങളാണ് ഉപ്പേസ് എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ്. അതുപോലെ തന്നെ ISM ധൻബാദ്, അത് മുംബൈ IIT-യുടെ അതേ റാങ്കിൽ വരുന്ന, അതായത് IIT JEE ആയിരുന്ന സമയത്ത്, ഞാനൊക്കെ എഴുതുന്ന സമയത്ത് തന്നെ IIT-കളുടെ ലിസ്റ്റ് കഴിഞ്ഞാൽ കൂടെ വരുന്നതാണ് IIT ധൻബാദ്, അതുപോലെ തന്നെ ITBH ഒക്കെ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ IIT എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പെട്രോളിയം സ്റ്റഡീസിന്റെ കോഴ്സുകളൊക്കെ ഒരുപാട് ഓഫർ ചെയ്യാറുണ്ട്. 2016 സ്റ്റാർട്ട് ചെയ്ത IIPE എന്ന് പറയുമ്പോൾ അധിക കാലമായിട്ടില്ല. അപ്പോൾ അബ്ദുൽ നാസർ അവിടെ എത്രാമത്തെ ബാച്ച് ആയിട്ടാണ്? 4th ബാച്ച് ആയിട്ടാണ്. ഓക്കെ, ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത് 2020
എത്രയിലാണ് ഗ്രാജുവേറ്റ് ആയത്? 2023 ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ യൂഷ്വലി ഒരു പുതിയ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഗൈഡ് ചെയ്യാനും അതിനെ മെന്റർ ചെയ്യാനൊക്കെ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മുടെ IIT അല്ലെങ്കിൽ IIPക്ക് മെന്ററിംഗ് ആയിട്ടുണ്ടായിരുന്നത് IIT ഖരഗ്പൂരായിരുന്നു മെന്ററായിട്ട് വന്നത്. അവരെന്തൊക്കെയാ ചെയ്യാ? അവരെ ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങള്, സിലബസ് തീരുമാനിക്കുന്ന സെറ്റ് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പോഴും IIT ഖരഗ്പൂർ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളിപ്പോ സെൽഫായി. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. പുതിയ IITകളോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും IITകൾ, ഇപ്പോൾ പഴയ IITകളാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഇന്റർനാഷണൽ കൊളാബറേഷനിലാണെങ്കിൽ പുതിയ IITകൾ, ഇപ്പോൾ നമ്മുടെ IIT പാലക്കാട്, IIT മാണ്ഡ്യ, IIT തിരുപ്പതി ഒക്കെ പോലെയുള്ള IITകൾ റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള 2015 അല്ലെങ്കിൽ 2010 ശേഷമുള്ള പല IITകളും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുള്ളത് മദ്രാസ് IIT ആയിരുന്നു IIT പാലക്കാടിൻ്റെ ഒക്കെ ഒരു മെന്റർ ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ IIT മദ്രാസിലുള്ള ഫാക്കൽറ്റികളാണ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്, ഇവരുടെ സിലബസ് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു മെന്റർ ആയിട്ട് മറ്റേതെങ്കിലും ഒരു IIT ഉണ്ടാവാറുണ്ട്. കുറച്ച് കാലത്തേക്ക് അത് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്ക് സാധാരണ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെൽഫ് സഫീഷ്യന്റ് ആവുന്നതോടുകൂടി അവരൊക്കെ സെപ്പറേറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ്. ഇതും ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലേ? ഇത് ഡീംഡ് യൂണിവേഴ്സിറ്റി തന്നെ. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണോ ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള കോഴ്സുകളും സ്കിൽസും അതൊക്കെ വളരെ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനും ഇതിനൊന്നും മറ്റ് യൂണിവേഴ്സിറ്റികളുടെയോ മറ്റു കാര്യങ്ങളോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം ഒക്കെയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുക. ഇവിടുത്തെ പ്ലേസ്മെന്റിന്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ്? പ്ലേസ്മെന്റ് ഉണ്ടോ? കാരണം വളരെ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ പ്ലേസ്മെന്റിന്റെ ഒക്കെ അവസ്ഥ ചിലപ്പോൾ മോശമാവാറുണ്ട്. ഫസ്റ്റ് 2 ഇയർ കോളേജ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ. ഓക്കെ. പിന്നെ അതിന്റെ ശേഷമുള്ള ബാച്ചിൽ നല്ല പ്ലേസ്മെന്റ് വന്നിട്ടുണ്ട്. HPCL പ്ലേസ്മെന്റിന് വരുന്ന കമ്പനികൾ ഏതൊക്കെയാ? ONGC, HPCL അങ്ങനത്തെ വന്നിട്ട് ബൾക്കായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് പോയത്. എത്ര ആൾക്കാരൊക്കെ എടുക്കും? 10-15 പേരൊക്കെ. ONGC ഫസ്റ്റ് വന്ന ടൈം അവർ 13 പേരെ എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഇയറിൽ 5 പേര്. അത് അവർക്ക് ഡിമാൻഡ് കുറവായിരുന്നു. അപ്പം ഇൻഡസ്ട്രിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പ്ലേസ്മെന്റ് നടക്കുന്നത്. വരുന്ന മേജർ കമ്പനികളൊക്കെ ഏതൊക്കെയാണ്? ONGC, HPCL, പിന്നെ ഓയിൽ ഇന്ത്യ വന്നിട്ടുണ്ട്, പിന്നെ IOCL വന്നിട്ടുണ്ട്, ഗെയിൽ എനർജി വന്നിട്ടുണ്ട്, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈനിലൊക്കെ പറഞ്ഞുള്ളത്. ഓക്കെ. പിന്നെ LNT അങ്ങനെ കുറെ. അപ്പോൾ കൺസ്ട്രക്ഷനിലും അതുപോലെ തന്നെ പെട്രോളിയം മെക്കാനിക്കൽ ഒക്കെ ആയിട്ടുള്ള കമ്പനികൾ മേജർ ആയിട്ടുള്ള, ഇപ്പോൾ HPCL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOCL ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അങ്ങനെയുള്ള പെട്രോളിയവും അതുപോലെ തന്നെ എനർജി, ഗെയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള കമ്പനികൾ, നമുക്ക് റിനൗണ്ട് ആയിട്ടുള്ള കമ്പനികൾ തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പ്ലേസ്മെന്റിന് വരുന്നുണ്ട്. അവിടുത്തെ പാക്കേജുകളൊക്കെ ഒരു ആവറേജ് ഒക്കെ പറയുകയാണെങ്കിൽ 9 lakh. ഓക്കെ. അതായത് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 9 lakh പെർ ഇയർ. അത് ടോപ്പ് പോയി കഴിഞ്ഞാൽ 16-18. ഓക്കെ. 16 എന്നൊക്കെ പറയുന്നത് നല്ല പ്ലേസ്മെന്റ് പാക്കേജ് ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, വളരെ റീസെന്റ് ആയിട്ട് 2016 മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ നിന്നുള്ള പ്ലേസ്മെന്റ് പാക്കേജുകളുടെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ എല്ലാ സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവാറുണ്ട്. എത്രത്തോളം പ്ലേസ്മെന്റ് ഉണ്ടാവാറുണ്ട്? 70-80%. ഓക്കെ. അപ്പൊ 100% എന്ന് പറയാനില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ 70% പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ല ഒരു പ്ലേസ്മെന്റ് നമ്പർ തന്നെയാണ്. ഇങ്ങനെ കോർ ഫീൽഡിലുള്ള കമ്പനികൾ അല്ലാതെ മറ്റ് കമ്പനികൾ, ഇപ്പൊ IITയിലൊക്കെ മറ്റ് കമ്പനികൾ, ആക്ച്വൽ എഞ്ചിനീയറിംഗ് കമ്പനികൾ അല്ലാത്ത കമ്പനികൾ വരാറുണ്ട്. അത് ഇവിടെ ഉണ്ടോ? IT കമ്പനീസ്, ഫിനാൻഷ്യൽ, പിന്നെ കൺസൾട്ടൻസി, അങ്ങനെ പല പല ഫീൽഡിൽ നിന്നും കമ്പനികൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ IITകളൊക്കെ പോലെ തന്നെ ഫിനാൻസ് ഫീൽഡിൽ നിന്നും അതുപോലെ തന്നെ IT ഫീൽഡിൽ നിന്നൊക്കെയുള്ള കമ്പനികൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറയാം. ആക്ച്വലി എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളിപ്പോൾ ഫിനാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. ഫിനാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു സെമ്മില് മൈനർ ആയിട്ടാണ്, മൈനർ ഇലക്റ്റീവ് ആയിട്ട്. ഓക്കെ. ഫിനാൻസ് ഒക്കെ ഉണ്ട്. അത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ളതാണ്, സെലക്റ്റീവ് അല്ല. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ ബാക്കിയുള്ള IT എന്നുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. പ്രോഗ്രാമിംഗ് 2 സെമ്മില് മാൻഡറ്ററി ആണ് എല്ലാവർക്കും. പ്രോഗ്രാമിംഗ് അത്രയല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ വരുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ സ്ഥാപനം അഡ്മിഷൻ എടുക്കുന്നത് JEE അഡ്വാൻസ്ഡ് എക്സാമിന്റെ ബേസിലാണ് എന്നതാണ് ആക്ച്വലി ഇങ്ങനെയുള്ള ആക്ച്വൽ കോർ ഫീൽഡിൽ നിന്ന് അല്ലാത്ത കമ്പനികൾ വരുന്നതിന്റെ കാരണം. അതായത് IIT അല്ലെങ്കിൽ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പ്രോബ്ലം സോൾവിങ് സ്കിൽസും മാത്തമാറ്റിക്കൽ എബിലിറ്റിയും ഒക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ളവരെ യൂഷ്വലി അഡ്വാൻസിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന ക്വാളിഫൈഡ് ലിസ്റ്റിൽ വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജുകളായതുകൊണ്ട് ഈവൻ ആക്ച്വൽ കോർ ഫീൽഡ് അല്ലെങ്കിലും ഫിനാൻസ്, സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള അനലിറ്റിക്കൽ കമ്പനികൾ പോലത്തെ കമ്പനികൾ IITസിൽ വരാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള IIPയുടെ കാര്യവും. അബ്ദുൽ നാസർ എവിടെയാണ് പ്ലേസ് ആയിട്ടുള്ളത്?
ഞാനിപ്പം വെതർഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂസ്റ്റൺ ബേസ്ഡ് കമ്പനിയിലാണ്, മുംബൈ US. വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ്. ഓക്കെ. വർക്കൊക്കെ എവിടെ ഉണ്ടാവാറുള്ളത്? വർക്ക് അതായത് റിക്വയർമെന്റിനനുസരിച്ച് ക്ലയന്റ് വിളിക്കും. അതായത് ഈ ഓൺ ഷോർ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതിൽ എനിക്ക് ആസം വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ബാർമർ ജയ്സാൽമർ സൈഡ് രാജസ്ഥാൻ, പിന്നെ അങ്ക്ലേശ്വർ ഗുജറാത്ത്, അങ്ങനെ പല പല ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് പ്ലേസ്ഡ്, അതായത് വർക്കിന് പോയിട്ടുള്ളത്. അപ്പോൾ അബ്ദുൽ നാസർ വർക്ക് ചെയ്യുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഇന്ത്യൻ ബ്രാഞ്ചിലാണ്. അവിടെ നിന്ന് തന്നെ എവിടെയാണോ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് വരുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസമൊക്കെ കമ്പനി ഇല്ല, നമ്മൾ നോക്കണം. താമസം നമ്മൾ നോക്കണം. എവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ല, അവിടെ പോയാൽ സൈറ്റിലാണെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഇവിടെ മുംബൈയിലാകുമ്പോൾ നമ്മൾ നോക്കണം. അത് സ്വാഭാവികമായിട്ട് എല്ലാ കമ്പനികളും ചെയ്യുന്ന കാര്യമാണ്. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സൈറ്റിലാണെങ്കിൽ അത് കമ്പനി തരും. ഓക്കെ. അപ്പൊ സൈറ്റിൽ പോകുന്ന സമയത്ത് ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ലീവിന്റെ ഒക്കെ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് റിഗ് പോലത്തെ ഇതിലൊക്കെ വർക്കിംഗ് വരാറുണ്ടോ, അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടോ ഇങ്ങനത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ? അതുപോലെ തന്നെ ഓഫ് ഷോറും ഓൺ ഷോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ലീവും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി ഞങ്ങളെ സർവീസ് പറഞ്ഞാല് ഒരു സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ്. ഫിഷിംഗ് റീ എൻട്രി എന്ന് പറയും. അതില് ഞങ്ങൾക്ക് ജോലി സ്പെഷ്യലൈസ്ഡ് ആയതുകൊണ്ട് അവർക്ക് അത്ര റിക്വയർമെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ അവർ നമ്മളെ വിളിക്കുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല, സ്ഥിരമായിട്ട് റിഗ് നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങളെ റൊട്ടേഷൻ സാധാ ഓഫീസ് ജോബ് പോലെയാണ് ഞങ്ങളെ ലീവിന്റെ ഓൺ ഓഫ് വരുന്നത്. 11:1 എന്ന് പറയും. അതായത് ഒരു മാസം നമുക്ക് ലീവ് എടുക്കാം. പിന്നെ സാറ്റർഡേ സൺഡേ സാധാരണ വീക്കെൻഡ് ഓഫ് ആണ്. സാധാരണ ഒരു ജോബ് ടൈം ഉണ്ട്, ഒരു 8 hour അങ്ങനെ. അത് 9 hours. ഇവിടെ ബേസിൽ നമ്മളെ യാർഡിൽ മുംബൈയിലാകുമ്പോൾ 9 hours, അവിടെ റിഗിലാകുമ്പോൾ അങ്ങനെയല്ല. റിഗിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ടൈമിംഗ് ഉണ്ടാവില്ല. അവിടെ നമ്മളെ ടൂൾ എപ്പോൾ യൂസ് ചെയ്യണോ, നമ്മളെ എപ്പോൾ വർക്ക് നടക്കണോ അപ്പോൾ നമ്മളവിടെ ഉണ്ടാവണം. ഓക്കെ. അതായത് വേറെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ ഇതേപോലെ ഓൺ ഓഫ് 1:1, 2:1, 2 മാസം പണി 1 മാസം ലീവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ. IIPയിൽ നിന്ന് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ ബിടെക് കഴിഞ്ഞ് മുംബൈയിൽ ഒരു US ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അബ്ദുൽ നാസർ 1 year ആണ് ആക്ച്വലി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത്. ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എങ്ങനെയാണ് നാസർ യൂണിവേഴ്സലിൽ എത്തിപ്പെട്ടത്? അത് ഞാൻ നമ്മുടെ MSF നടത്തിയൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അവർ വഴി അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അവരൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തി. അതിൽ എനിക്ക് അവരിവിടെ വന്നിട്ട് അവരെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് വന്ന് അതിൻ്റെ ശേഷം അവർ ഇവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ AFന്റെ അടുത്തെത്തുന്നത്. ഓക്കെ. യൂണിവേഴ്സലിൽ വന്നതിന്റെ ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? യൂണിവേഴ്സലിൽ വന്നതിന്റെ ശേഷം ഒന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാം ഫേസ് ചെയ്യാനുള്ള പേടി മാറി. ഓക്കെ. ഒരുപാട് എക്സാമുകൾ ഇവിടുന്ന് ഇഷ്ടംപോലെ എക്സാം എഴുതുന്നുണ്ടാവും. പിന്നെ നമ്മള് പ്രോബ്ലം സോൾവിങ് എത്ര ക്വിക്കായിട്ട് എങ്ങനെ ആ ഒരു ഇത് കിട്ടി. അത് നമ്മൾ ചെയ്ത് അങ്ങനെ അത് കിട്ടി. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഉള്ള ഏകദേശം എല്ലാ സാറുമാരും ഫേസ് റിമെമ്പർ ചെയ്യും. ഞാൻ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാഫ് റൂമിലാണ്. ഡൗട്ട് ചോദിക്കുക ആ ഒരു മെന്റാലിറ്റി അന്ന്. അപ്പോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്നിട്ടാണോ പഠിച്ചത്? മൈത്രിയിലായിരുന്നു. മൈത്രി ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നോ? അതായത് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. എല്ലാവരും പഠിക്കണ ഒരു ഇതാകുമ്പോൾ നമുക്കും പഠിക്കണം, ഇതേപോലെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു മെന്റാലിറ്റി നമുക്ക് വരും. അതായത് പ്രത്യേകം ഷെഡ്യൂളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാവരും റൊട്ടീനിൽ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു സിറ്റുവേഷനിലേക്ക്, ആ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റഡ് ആവും. ഓക്കെ. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ സ്റ്റാഫ് റൂമിൽ വരുന്ന അല്ലാതെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് നമ്മള് അതായത് റിപ്പീറ്റേഴ്സ് ഉണ്ടാകും, 3rd ടൈം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ അടുത്ത് പോയാൽ അവർ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ. അങ്ങനെ JEE മെയിൻസും അഡ്വാൻസും ക്വാളിഫൈ ചെയ്ത് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ ബിടെക് കഴിഞ്ഞ് മുംബൈയിൽ വർക്ക് ചെയ്യുന്ന അബ്ദുൽ നാസറിന് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്താനും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി എന്ന വിശാഖപട്ടണത്തെ സ്ഥാപനത്തെ പരിചയപ്പെടുത്താനും അവിടേക്കുള്ള വഴികളെ ഓർത്തെടുക്കാനും ഹെൽപ്പ് ചെയ്ത അബ്ദുൽ നാസറിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.